വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 1990 നമ്മൾ നടപ്പിലാക്കിയ സാക്ഷരതാ യജ്ഞം പോലെ, തുടർന്ന് നടപ്പിലാക്കിയ ജനകീയാസൂത്രണ യജ്ഞം പോലെ ഒരു ജനകീയ പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഈ യജ്ഞത്തിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുക, വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ പൊതുവിദ്യാഭ്യാസത്തെ നിലനിർത്തി മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യത്തിൽ സംസ്ഥാന സർക്കാർ 4 പ്രധാനപ്പെട്ട കമ്മീഷനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ മിഷൻ എന്നത്. ഈ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ യജ്ഞത്തിലെ പ്രഥമ ലക്ഷ്യം സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അക്കാദമിക് നിലവാരം അന്താരാഷ്ട്ര തലത്തിലെത്തിക്കണം എന്നുകൂടി സർക്കാർ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള വഴി ഓരോ തലത്തിലും, ഉദാഹരണം പ്രൈമറി തലം, അതത് ക്ലാസ്സിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും പഠിച്ചു എന്ന് ഉറപ്പാക്കുക. അതാണ് ആദ്യ തലം. 10ാം ക്ലാസ് വരെ എത്തുന്നൊരു കുട്ടി എന്തെല്ലാം മിനിമം പഠിക്കണം എന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാവരും പഠിച്ചു എന്ന് ഉറപ്പാക്കുക. തുടർന്ന് കൂടുതൽ പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക. അങ്ങനെ വിദ്യാലയത്തിൽ ചേരുന്ന എല്ലാവരും അക്കാദമിക്കായിട്ട് നല്ല നിലവാരമുയർത്തുക. അതാണ് ലക്ഷ്യം. ഗുണനിലവാരമുയർത്തുക എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരാണ്. തങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾ ഒരു യൂണിറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി, കുറവുകളെ മനസ്സിലാക്കി, സാധ്യതകളെ മനസ്സിലാക്കി അവരെ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാവരെയും ഒരുമിച്ച് ഒരേ തലത്തിലേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഓരോ വിഷയത്തിലും കൂടുതൽ പഠനവും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഭാഷ. കേരളത്തിൽ 10ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന, പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ മലയാളം നല്ല പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാവണം. മലയാളം വായിക്കുവാൻ, തെറ്റ് കൂടാതെ എഴുതുവാൻ, നല്ല മലയാളം നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറയാൻ, ഇത്രയും മലയാളം പഠിക്കണം. അതോടൊപ്പം അന്താരാഷ്ട്ര ഭാഷയായ ഇംഗ്ലീഷ്, അത് നല്ലപോലെ സംസാരിക്കാനും കഴിവുള്ളവരായിരിക്കണം. ദേശീയ തലത്തിൽ നമുക്കാവശ്യമുള്ള ഭാഷയാണ് ഹിന്ദി. ആ ഭാഷ കൂടി 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും സംസാരിക്കുവാൻ നമുക്ക് പറ്റണം. ഈ തലത്തിലേക്ക് ഓരോ കുട്ടികളെയും ഉയർത്തേണ്ടതുണ്ട്. ഇങ്ങനെ അക്കാദമിക് രംഗത്ത് നിലവാരമുയർത്താൻ ശ്രമിക്കുമ്പോൾ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന സങ്കല്പം കൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനുണ്ട്. എന്താണ് സമഗ്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? വിഷയ പഠനത്തോടൊപ്പം, അതാണ് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം, ഒരു കുട്ടിയുടെ സർഗശേഷി പൂർണ്ണമായിട്ടും ഉയർത്തുക. ഉദാഹരണം, ഒരു കുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, മറ്റൊരു കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, വേറൊരു കുട്ടിക്ക് കായിക ശേഷിയാണ് ഉള്ളത് എങ്കിൽ ആ കുട്ടിയുടെ തനതായ കഴിവ് തിരിച്ചറിഞ്ഞ് ആ കഴിവ് വളർത്തുക എന്നത് കൂടി നമ്മുടെ ലക്ഷ്യമായിട്ട് മാറണം. അതനുസരിച്ച് പല മാറ്റങ്ങളും സ്കൂളുകളിൽ കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. പഠന നിലവാരം ഉയർത്താൻ, ഗുണനിലവാരം ഉയർത്താൻ ക്ലാസ്സുകളെ ഹൈടെക്കാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ്. 40,000 ക്ലാസ് മുറികളും 8, 9, 10, 11, 12 ക്ലാസ്സുകളുടെ ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി മാറ്റാൻ പോവുകയാണ്. യു പി സ്കൂളും എൽ പി സ്കൂളുകളും ഹൈടെക്കാക്കി മാറ്റും.
കോളേജുകളും സർവകലാശാലകളും ഹൈടെക്കാക്കി മാറ്റും. അങ്ങനെ 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് കേരളം മാറും. ഇത് പഠന നിലവാരം ഉയർത്തുവാനാണ്. ഒരു വിഷയം, ഒരു നോട്ട്, അതല്ലെങ്കിൽ കയ്യിൽ ഒരു ടെക്സ്റ്റ് അനുസരിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ നിരവധി മടങ്ങ് പഠിപ്പിക്കാൻ ഈ പുതിയ സങ്കേതങ്ങൾക്ക് കഴിയും. ഇൻ്റർനെറ്റ് സൗകര്യവും മറ്റ് പല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ വിവരം ആർജിക്കുവാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അധ്യാപകർക്ക് അതനുസരിച്ച് പരിശീലനം നൽകണം. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വിഷയം പഠിപ്പിക്കുക എന്നതും പരിശീലനത്തിൻ്റെ ഭാഗമായിരിക്കും. കേരളത്തിലെ 1.5 ലക്ഷം വരുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കുവാനും സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അധ്യാപകർക്ക് കഴിയണം. അതിനുവേണ്ടി 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള എല്ലാ അധ്യാപകർക്കും ഇംഗ്ലീഷ് പരിശീലനം കൊടുക്കാൻ നടപടികളായി പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അക്കാദമിക് തലത്തിൽ മാറ്റങ്ങൾ നടക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമഗ്ര വിദ്യാഭ്യാസ സങ്കല്പത്തിൽ ഒരു കുട്ടിയുടെ കഴിവെന്താണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ട് ടാലൻറ്റ് ലാബ് എന്നുള്ള ഒരു പുതിയ സങ്കല്പം സ്കൂളുകളിൽ കൊണ്ടുവരുവാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിലൂടെ ഒരു കുട്ടിയുടെ യഥാർത്ഥ കഴിവ് അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് പറ്റുകയാണ്. ലാബ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുടെ ചെറിയ ഭാഷയാണ്. അതായത് ഗവേഷണം നടത്തുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അവിടെ ഗവേഷണം നടത്തുന്നത് ഈ കുട്ടിക്ക് എന്ത് കഴിവുണ്ട് എന്നതാണ്. അതിലൂടെ കുട്ടിയുടെ കഴിവിനെ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം മണ്ഡലത്തിൽ, ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു കലാ കായിക സാംസ്കാരിക പാർക്ക് എന്ന സങ്കല്പവും യാഥാർത്ഥ്യമാക്കും. ടാലൻറ്റ് ലാബിലൂടെ ഒരു കുട്ടിയുടെ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ കഴിവ് വികസിപ്പിക്കുവാനുള്ള സംവിധാനമാണ് കലാ കായിക സാംസ്കാരിക പാർക്ക്. ഒരു കുട്ടിക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കുവാനുള്ളൊരു കഴിവുണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ തന്നെ ഒരു സ്കൂളിൽ നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ടാവും എന്നർത്ഥം. അതുപോലെ ഓരോ കഴിവും വികസിക്കാൻ കൂത്തമ്പലങ്ങൾ പോലെ സാംസ്കാരിക മേഖലയുടെ സാധ്യത വർദ്ധിപ്പിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ടാവും. അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഒരു കുട്ടിയുടെ സർഗ്ഗശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകും. ഇതുകൂടാതെ കായിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നീന്തൽ പഠിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ഒരു നിയോജകമണ്ഡലത്തിൽ വരുന്ന 5 വർഷം കൊണ്ട് ഒരു നീന്തൽ കുളമെങ്കിലും ഉണ്ടാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുകയാണ്. എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കുക, എഴുതാൻ പഠിക്കുക, വരയ്ക്കാൻ പഠിക്കുക, പാട്ടുപാടാൻ പഠിക്കുക, കളിക്കാൻ പഠിക്കുക, നീന്താൻ പഠിക്കുക, വിഷയം പഠിക്കുക. അങ്ങനെ എല്ലാ മേഖലയിലും പഠനം കുട്ടിയുടെ സമഗ്ര വളർച്ചയ്ക്കുള്ള വഴിയാണ്. ഇതോടൊപ്പം പല കുട്ടികളും പലതരം അസുഖങ്ങൾ കൊണ്ട് പഠിക്കുവാൻ പിന്നോക്കം നിൽക്കുന്നവരാകാം. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. വികസനം എന്നത് പാർശ്വവൽക്കരിക്കപ്പെടാത്ത ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓട്ടിസം പാർക്ക് എന്ന് പറഞ്ഞ ഒരു സംവിധാനം എല്ലാ നിയോജകമണ്ഡലത്തിലും കൊണ്ടുവരുവാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അതിലൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ, ഭിന്നശേഷിയുള്ള കുട്ടികളെ, ഓട്ടിസം, ഡിസ്ലെക്സിയ തുടങ്ങിയ അസുഖം ബാധിച്ച കുട്ടികളെ പ്രത്യേകം പരിശീലിപ്പിക്കുവാൻ ഉള്ള സംവിധാനം ഉണ്ടാകും. അതും ആധുനിക സംവിധാനങ്ങളാണ്. ഇത് നിലവിൽ വരുന്നതോടുകൂടി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് കുറേ കൂടി ശക്തി കിട്ടുകയാണ്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി മണ്ഡലം തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ അധ്യക്ഷൻ എന്നത് അതത് മണ്ഡലത്തിൻ്റെ MLA ആയിരിക്കും. പഞ്ചായത്ത് തലത്തിലും പഞ്ചായത്ത് പ്രസിഡൻ്റ് അധ്യക്ഷനായി ഒരു കമ്മിറ്റി ഉണ്ടാകും. ഈ 2 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഓരോ സ്കൂളിലും 3 തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടാകും. ഒന്ന് PTA അല്ലെങ്കിൽ SMC നിലവിലുള്ളതാണ്. അതിലെല്ലാവരെയും വിളിച്ച് യോഗം നടത്തണം. 2 ആ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സമിതി, പൂർവ്വ വിദ്യാർത്ഥി സമിതി എന്നോ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ആ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ എല്ലാവരെയും,
ആ സ്കൂളിൽ ഇപ്പോൾ കൊണ്ടുവരാവുന്ന എല്ലാവരെയും എത്തിച്ച് സ്കൂളിൽ ഒരു വലിയ സംഗമം നടത്തണം. ഇത് 2 സമിതിയായി. 3ാമത്തെ സമിതി എന്ന് പറയുന്നത് ആ സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും ആ സ്കൂളിന് ചുറ്റും ആ സ്കൂളിനെ സ്നേഹിക്കുന്ന നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ട്, സഹകരണ സ്ഥാപനങ്ങളൊക്കെ അടക്കം. അതുകൊണ്ട് ആ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ലൈബ്രറികളെയും ക്ലബ്ബുകളെയും എല്ലാം വിളിച്ച് സ്കൂളിൻ്റെ വികസനത്തിനായി ഒരു സ്കൂൾ വികസന സമിതിയും ഉണ്ടാക്കണം. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി സ്കൂളിൻ്റെ സമഗ്രമായിട്ടുള്ള ഭൗതിക വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ആ മാസ്റ്റർ പ്ലാൻ 5 കൊല്ലത്തേക്ക് തിരിച്ച് ഓരോ വർഷവും അതിലെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. അതനുസരിച്ച് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം, ഇൻഫ്രാസ്ട്രക്ചർ കൂടി നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നല്ല ടോയ്ലറ്റുകൾ, ശുദ്ധമായ കുടിവെള്ളം, ഭക്ഷണമുണ്ടാക്കുന്ന നല്ല സ്ഥലം, ഭക്ഷണം കഴിക്കാവുന്ന വൃത്തിയുള്ള സ്ഥലം, നല്ല ക്ലാസ് മുറികൾ, ഇതെല്ലാം നമ്മൾ സംവിധാനമായിട്ട് ഈ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാക്കും. അതിൽ പ്രധാന സംഭാവന നൽകുന്നത്, പണം നൽകുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇതുകൂടാതെ MLA MP ഫണ്ടുകളുണ്ട്, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളുണ്ട്, SSIയുടെ ഫണ്ടുണ്ട്, സ്പോൺസർഷിപ്പുകളുണ്ട്. ഈ ചുറ്റുമുള്ള നിരവധി സ്ഥാപനങ്ങൾ നിരവധി സ്പോൺസർഷിപ്പ് നൽകാൻ തയ്യാറുണ്ടാവും. അതെല്ലാം ഒന്നിച്ച് സമാഹരിച്ച് സ്കൂളിൻ്റെ വികസനം പൂർണ്ണമാക്കാൻ പറ്റും. ഇതൊന്നും പോരാതെ ഒരു ആധുനികമായ മറ്റൊരു ആശയം കൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പഠനം എന്നത്, വളർച്ച എന്നുള്ളത് സാങ്കേതിക വളർച്ച മാത്രമല്ല, കാർഷിക സംസ്കാരത്തിൽ നിന്നുകൊണ്ടുള്ള വളർച്ചയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അതിനെയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്. ഓരോ ക്യാമ്പസുകളും ഒരു പാഠപുസ്തകമായിട്ട് മാറണം. ഓരോ ക്യാമ്പസിലും പലതരത്തിലുള്ള വൈവിധ്യം കുട്ടിക്ക് നേരിട്ട് കാണാൻ കഴിയണം. ഒരു ചെറിയ കുളം പോലെ ഒന്നുണ്ടെങ്കിൽ അതിൽ പലതരം മത്സ്യങ്ങൾ കിടക്കുമ്പോൾ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ എന്ന് കുട്ടിക്ക് നേരിട്ട് കാണാൻ പറ്റണം. ആ വെള്ളം ശുദ്ധീകരിക്കാൻ പലതരത്തിലും അതിൽ വരുന്ന അഴുക്കുകൾ ശുദ്ധീകരിക്കാൻ പലതരത്തിലുള്ള മത്സ്യങ്ങൾ വേണം. അതുകൊണ്ട് വൈവിധ്യത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് കുട്ടിക്ക് ബോധ്യം വരും. ചെടികളും അതുപോലെ തന്നെ കിളികളും മത്സ്യവും എല്ലാ വൈവിധ്യവും ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ടാവണം. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെ ജൈവ വൈവിധ്യ ഉദ്യാനവും ഓട്ടിസം പാർക്കും കലാകായിക സാംസ്കാരിക പാർക്കും ടാലൻറ്റ് ലാബും ചേർന്ന് വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്രത ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. ഇത് പൂർണ്ണമാക്കാൻ അധ്യാപകരും PTA-യും പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും. അതനുസരിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച് കേരളത്തിൻ്റെ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ ശക്തമാക്കണം എന്നതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.